കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നിലവിൽ കരയിലും പുഴയിലുമാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് തെരച്ചിൽ 7ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത്. പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന. സൈന്യത്തിന്റെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉടനെത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അർജുന്റെ വാഹനം പുഴയിൽ അകപ്പെട്ടിരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറയുന്നു. അർജുനെ കണ്ടെത്തുന്നതിനായി ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ISROയുടെ സഹായം തേടിയിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതിന് 10 മിനിറ്റ് മുമ്പ് വരെയുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഈ ദൃശ്യങ്ങളിലൂടെ പുഴയിലൂടെ ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. അർജുന്റെ വാഹനം എവിടെയെന്നതിൽ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ വ്യക്തത വരുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മണ്ണിടിച്ചിലിന് 10 മിനിറ്റ് മുമ്പുള്ള കരയുടെ ദൃശ്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുക. നദിക്കരയിൽ ആ സമയത്ത് ഏതൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടുവെന്നും ചിത്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും. CCTV ദൃശ്യങ്ങളും ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. അർജുന്റെ ലോറി സംഭവ സ്ഥലത്തേക്ക് കടന്നു വന്നുവെന്ന് CCTVയിൽ വ്യക്തമാണ്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം ലോറി കടന്നു പോയിട്ടില്ല എന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സോണാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലാണ് നാവികസേന ഇന്നലെ നടത്തിയത്. മൺതിട്ടയ്ക്കടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതിൽ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല. സോണാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് പരിമിതികളുണ്ട്. അതിനിടെ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, PB വാരലെ എന്നിവർ ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ഹർജി ലിസ്റ്റ് ചെയ്തു. 68ാമത്തെ ഹർജിയായിട്ടാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരച്ചിൽ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിലെത്തിയത്. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. അർജുനെ കണ്ടെത്തുന്നതുവരെ നിർത്താതെ തിരച്ചിൽ നടത്താൻ നിർദ്ദേശിക്കണമെന്നതാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിലെ ആവശ്യം. ഇതിനായി സൈന്യത്തെ വിന്യസിക്കാനടക്കം നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങളടക്കം കൊണ്ടുവന്നാണ് പരിശോധന. ഗംഗാവാലി പുഴയിലേക്ക് ഇടിഞ്ഞതാണ് കിടക്കുന്ന മണ്ണ് മാറ്റിയും പരിശോധന നടക്കും. ഈ ദുരന്തത്തിൽ 10 പേരെയായിരുന്നു കാണാതായത്. ഇതിൽ 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. എല്ലായിടത്തും തിരച്ചിൽ നടത്താൻ നാവികസേനയ്ക്കും പ്രതിരോധ സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ 44 ഉദ്യോഗസ്ഥരും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 24 ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നുണ്ട്. കരസേനയുടെ 44 അംഗ സംഘമാണ് ഞായറാഴ്ച മുതൽ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായത്. മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണത്. പുഴയുടെ അടിയിൽ വലിയ തോതിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട്. നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ല. റോഡിലെ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ റോഡിൽ ലോറിയില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലായിരുന്നു പുഴയിലേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചത്.